മാറിക്കോ, വീട് മാറി, ഞാൻ ഓടുവാ. വാ വരാൻ. അരി പിടിപ്പിക്കാൻ നിന്ന എന്നെ നീ എങ്ങോട്ടേക്ക് കൊണ്ടുപോണേ? അല്ലെങ്കിൽ നീയൊക്കെ ഇന്നലെ കാണിച്ച പോക്കരുതരണ്ടല്ലോ. ലെഫ്റ്റോ റൈറ്റോ? അത് ശരി, ലെഫ്റ്റ് റൈറ്റ് അറിയണ്ടോ ഓപ്പുണ്ടാക്കാൻ? വാ പോയി നോക്കാം. ദേണ്ടാ അവിടെ ഒരു മില്ല് നിർത്തിക്ക. ഇതാ ആ ഇത് പൊടിപ്പിക്കട്ടെ. നിർത്ത്, നീ ഇവിടെ ഞാൻ പൊടിപ്പിച്ചിട്ട് വരാട്ടാ. അമ്മ കൊല്ലും. അന്തോണി 4 മണിയാവുന്നു. എന്ത്? എടാ 4 മണിയാവും പൊടിപ്പിച്ചിട്ടില്ല. നീ കേറ് കേറ്. ആ ചേട്ടൻ ഇവിടെ നിൽക്കണ്ടോ? ജീവിക്കട്ടെ, അടിക്കണ ഒരു സാധനം കൂടെ എടുക്കട്ടെ. വൈകിട്ടത്തെ പ്രതീക്ഷ എൻ്റെ 30 രൂപ കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ലേ? ഹലോ 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 അതെ. എന്താന്ന് പൊടിപ്പിക്കാൻ 4 മണിയാവും, നേരത്തെ പറഞ്ഞാണല്ലോ. കുഴപ്പമില്ലെന്നേ, ഞാൻ കാത്തിരിക്കാം. അല്ല, കൊച്ചിവിടെ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? അതായത് ഞങ്ങളുടെ നാട്ടിലൊന്നും നല്ല മില്ലുകളില്ലാന്നേ, അതുകൊണ്ട്. കുട്ടിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെ ആയിരിക്കും അല്ലേ? ഞാൻ എന്നാലും ആലോചിക്കുമായിരുന്നു, എവിടെയോ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. താനിത് ഇങ്ങോട്ട് തന്നേ. ഇത് കുറെ നേരമായല്ലോ, പൊടിപ്പിച്ച മാത്രം പോലെ. ആ മതി, പക്ഷെ അരി നല്ല സ്മൂത്തായി പൊടിപ്പിക്കണം. അയ്യോ അത് വേണ്ട, എനിക്ക് പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാന്നേ. ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് മതി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. എനിക്കിഷ്ടമാണെന്നേ. എന്റെ വീട്ടില് തവളനെ വെച്ചിട്ടാണോ പുട്ടുണ്ടാക്കുന്നത്? നോക്കി നിൽക്കാതെ ആ മുളക് കൂടി എടുത്ത് അങ്ങ് അവിടെ 2 രാത്രി അവിടെ 2 അവിടെ നോക്കി നിൽക്കാൻ തവളനെ പറക്കി തടം മാക്രി. നിന്റെ അച്ഛനോട് പോയി പറടാ, കുട്ടി മേടിക്കണ്ട, മില്ലിലൊക്കെ സർവ്വസാധാരണമല്ലേ. അങ്ങനെ മര്യാദയ്ക്ക് പറ. ഒരു തവളം കൂടി ഇരിക്കട്ടെയാണെങ്കിൽ എടുത്തു വെച്ചേക്ക്, ഞാൻ വന്നോളാം. അയ്യോ ഉപ്പ് മാങ്ങ പൊടിപ്പിക്കാൻ പറ്റില്ല. കടുക് ഓൾറെഡി പൊടിപ്പിച്ചത്. ഉപ്പ് എന്നാടാ, എന്നാ പറ്റി? ഓ ഒന്നുമില്ല, ഇവിടെ പൊടിപ്പിക്കാനൊന്നുമില്ലേ? ഗോതമ്പ് ഉണ്ടായിരുന്നല്ലോ. അതെനിക്ക് കിട്ടി, വേറെ ഒന്നുമില്ലേ? വേറെ എന്നാ പൊടിപ്പിക്കാനാ? വേറെ എന്നാ പൊടിപ്പിക്കാനാന്നോ? എന്നാലേ ഞാൻ പോയിച്ചും കുളിച്ചിട്ടും വരാം. പൊടിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു വെച്ചേരെ. ഓ എന്തൊരു കഷ്ടമാണിത്. നാളെയും മറ്റന്നാളും ഞാൻ എന്തെടുത്ത് പൊടിപ്പിക്കും? ഇവനെ തന്നെ പറ്റി. നാളെ മറ്റന്നാൾ എന്തോ പഠിപ്പിക്കുന്ന കാര്യം ഇവനി പറയുന്നേ. ഏയ് ഇന്ന് പോയില്ലായിരുന്നു? ഇല്ലാന്നേ, ഇന്ന് ചന്ത ദിവസമല്ലേ? അത് ഞാൻ തീരെ മേലെ. എന്താ എന്ത് വേണം? ഇവിടെ ആരുമില്ലേ? ഞാനുണ്ട്. എന്താ കാര്യം? ഞാനിവിടെ അല്ലേ പൊടിപ്പിക്കാൻ. ഇപ്പൊ വരാം. കുത്തിനാണോ?
പുട്ടിനാണോ? അതെ അതെ, പുട്ടിന് പുട്ട്. അല്ല, ഇന്ന് സ്റ്റാഫ് വന്നില്ല അല്ലേ? ഓ അല്ല, ഇന്ന് സ്റ്റാഫ് വന്നില്ല അല്ലേ? സ്റ്റാഫൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഓ, അല്ല, ഇന്നലെ ഇവിടെ ഒരു പെൺകുട്ടി ഇവിടെ. ആ, അത് സ്റ്റാഫൊന്നുമല്ല, എൻ്റെ മോളാ. ഇടയ്ക്ക് എന്നെ സഹായിക്കാൻ വരും. ഓ, അത് ശരി. അപ്പൊ ഇങ്ങനെ കുപ്പിയിലാക്കണം. കുപ്പിയിലാക്കാം. മോനെന്താ ആലോചിക്കുന്നേ? ഏ അല്ല, ഞാൻ ഇന്നലെ പൊടിപ്പിക്കാൻ വന്നപ്പോ കാശ് കൊടുത്തോ ഇല്ലയോ എന്നൊരു എനിക്കൊരു സംശയം, ഒരു ഡൗട്ട്. ആ, ദേ വരുന്നു. നേരിട്ടങ്ങ് ചോദിച്ചോ. ആര്? അച്ഛാ, കാപ്പി കുടിച്ച് കഴിഞ്ഞ ഉടനെ ഗുളിക കഴിക്കാൻ മറക്കണ്ട കേട്ടോ. ഓ, ദാ. വലിച്ചല്ലേ? ഏയ്, ഞാൻ വലിച്ചൊന്നുമില്ല. താൻ വലിച്ചായിരുന്നോ? ഇല്ല. മോളെ, നീ ഇന്നലെ ആയിരുന്നു കാശ് വാങ്ങാൻ മറന്നായിരുന്നോ? ആൾ അതിനാ നിൽക്കുന്നേ. ഇയാള് താൻ ഇന്നലെ ഇല്ല, ഇന്നലില്ല. ഉവച്ച കാശ് തരാനുണ്ട്. കുട്ടി ശരിക്കൊന്ന് ആലോചിച്ച് നോക്കണം, മറന്നാണെങ്കിലോ? ഇല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അച്ഛാ, ഒരു 150 രൂപ കൂടുതൽ മേടിച്ചോട്ടോ. ഞാൻ പോവാണേ. തവള. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ. എന്നാ മോനെ, ഇന്നലത്തെ 150, ഇന്നത്തെ 100, അങ്ങനെ 250. 10, 15. ബാക്കി നാളെ തരാം. ബാക്കി നാളെ തരാം. മോൻ എഴുതി വെച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഒന്ന് പെട്ടെന്നായിട്ട് ചേട്ടാ, ഇതൊന്ന് കിട്ടിയിട്ട് വേണം കൊണ്ടുപോയി പൊടിപ്പിക്കാൻ. ഒന്നും മിണ്ടാതിരിക്കണോ? ഇതിന് വല്ല പാമ്പോ പെഴുതാറേ മറ്റാണോ? പച്ചരി, ഗോതമ്പ്, അപ്പത്തിന്, ഉണക്കമുളക്,